ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം EV വാഹനങ്ങളുടെ പെനിട്രേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഈയിടെ ഇറങ്ങിയ ബഡ്ജറ്റുമായി ബേസ് ചെയ്തുകൊണ്ട് EV വാഹനം ഉപയോഗിക്കുന്നവർക്കും തെരഞ്ഞെടുക്കാൻ പോകുന്നവർക്കും ചില ആശങ്കകളുണ്ട്. അതിനുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് നമ്മൾ സംസാരിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സ്കൈവീൽസ് മോട്ടോർ ഹബ്. പ്രധാനമായും EV വാഹനങ്ങളുടെ റോഡ് ടാക്സിലുള്ള വർധനവാണ് 5%, 8% ഇങ്ങനെ താരിഫ് റേറ്റിലെല്ലാം തന്നെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ വിലയിലും വർധന വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ മാർച്ചിനകത്ത് ഉപയോഗിക്കുന്ന ശേഷം വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ആ ഒരു റിഫ്ലക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് എക്കണോമിക്കലി ഫ്രണ്ട്ലി ആണോ എന്നെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് മികച്ച വാഹനം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ മാർച്ച് മുന്നേ തന്നെ വാഹനങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്തരം വാഹനങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം. രണ്ടാമതായി വരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, നമുക്കറിയാം കേരളം പോലെ സംസ്ഥാനം വൈദ്യുതി പുറമേ നിന്ന് വാങ്ങുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ KSEB കൃത്യമായി സോളാർ ഹവേഴ്സും നോൺ സോളാർ ഹവേഴ്സും എന്ന രീതിയിൽ താരിഫ് റേറ്റുകളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ജോലിയെല്ലാം കഴിഞ്ഞ് ഓഫീസ് വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചാർജ് ചെയ്യുന്ന നമ്മൾ രാവിലെ ആകുമ്പോഴേക്കും ഫുൾ ചാർജായി കിട്ടുകയും എന്ന ആശ്വാസത്തിലായിരുന്നു. എന്നാൽ ചെറിയ രീതിയിലുള്ള ഒരു താരിഫ് ചേഞ്ച് വരുന്നത് ചില ആളുകൾക്ക് ആശങ്കകളുണ്ട്. അത്തരത്തിൽ ഈ വാഹനങ്ങൾ ഈ വേനൽക്കാലം വരുമ്പോൾ നമുക്ക് അത്തരം ആശങ്കകൾ മറികടക്കാൻ നമ്മുടെ കൃത്യമായ സറൗണ്ട്സിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യുക, പൊതുവായുള്ള റീചാർജിങ് സ്റ്റേഷൻസുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ചാർജിങ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഒരു സൊല്യൂഷൻ ഉള്ളത്. മൂന്നാമതായി നമുക്ക് വരാവുന്ന സാഹചര്യം, നിലവിലുള്ള പല ബ്രാൻഡുകളും സബ്സ്ക്രിപ്ഷൻ മോഡലും ബാസ് പോലെയുള്ള എല്ലാം സംവിധാനങ്ങൾ ബാറ്ററികൾക്ക് നൽകുന്നുണ്ട്. എന്നാൽ അതെല്ലാം ഈ വില വർധനയിലേക്ക് പ്രകടമാകുമോ എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള നിങ്ങളുടെ വാഹനം ചൂസ് ചെയ്യുമ്പോൾ കൃത്യമായി ഡീലേഴ്സുമായി സംസാരിച്ചതിന് ശേഷം വാഹനം ചൂസ് ചെയ്യുക എന്നതാണ് ഒരു കാര്യം. ഇനി നമുക്ക് ഈ ഇത്തരത്തിലുള്ള ടാക്സ് കളക്ഷൻ ഗവൺമെന്റ് കൃത്യമായി പറയുന്നു, അവർ ഇത്തരത്തിലുള്ള EV ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും ആശ്വാസകരമായ കാര്യമാണ്. നമ്മുടെ പൊതു രംഗത്ത് തന്നെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. അത്തരത്തിൽ KSEB പോലെയുള്ള പല EV ചാർജിങ് സ്റ്റേഷൻസ് പല രീതിയിലുള്ള സോഫ്റ്റ്വെയർ ബഗ്സുകൾ വരുന്നുണ്ട്. അതിനെ മറികടക്കാനുള്ള രീതിയിലുള്ള മികച്ച ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് ആവശ്യം. അത് ഉപയോഗം വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ ബാറ്ററികളുടെ വില അല്പം ഗവൺമെന്റ് കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ മാനുഫാക്ചേഴ്സ് വാഹനങ്ങളുടെ വിലയും കുറയ്ക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടത്. അതെല്ലാം തന്നെ തീർച്ചയായിട്ടും അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതെല്ലാം മനസ്സിലാക്കി അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വാഹനങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, ഇന്ന് കർണാടക പോലെയുള്ള അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് പോലുള്ള ഗവൺമെന്റുകൾ കൃത്യമായി പൊതുഗതാഗത രംഗത്ത് EV മൊബിലൈസേഷൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ കേരളത്തിലും പൊതുഗതാഗത രംഗത്ത് കൃത്യമായി EV വാഹനങ്ങൾ ഇറങ്ങുന്നു. KSRTC പോലെയുള്ള എല്ലാ മേഖലയിലും EVയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ആശങ്കകളല്ല, നമ്മുടെ വരുന്ന ചലഞ്ചസിനെ മറികടക്കാനുള്ള വഴികൾ തേടിക്കൊണ്ട് നിങ്ങൾക്ക് മികച്ചൊരു EV വാഹനം സ്വന്തമാക്കാൻ കഴിയട്ടെ. ഉപയോഗം കൃത്യമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.